करेगा नहीं। हिंदू मुस्लिम क्या है हिंदू मुस्लिम? हिंदू मुस्लिम से घर का खर्चा चलेगा। और जो अच्छा रोजगार देता कंपनी खोलता तो हम लोग यहाँ पे क्यों आते? ഇവിടെ സൈഡിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായ? എന്തിനാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നുഹ്മാൻ. ഇതാ നിന്നെ തിരക്ക് വരുന്ന ഭീകരൻ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും നമ്മളൊരു അതിഥിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ ഇന്നൊരു ഇവിടെ ഉള്ളൊരു കൃഷിസ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരു ഗസ്റ്റിനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇച്ചിരിയേ ഉള്ളൂ നടക്കാൻ, നമ്മുടെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരാമെന്ന് വിചാരിച്ചു. എന്താണ് കുറച്ച് ഐറ്റംസുകളും ഇവിടുത്തെ നെജ്റാൻ്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഇവനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഇവന് പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇവന് നാട്ടിൽ മാങ്ങ പറിക്കുന്നവർക്ക് ഇവിടെ നിന്ന് മാങ്ങ പറിക്കണമെന്നൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ മാങ്ങ പറിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇട്ടൊരെണ്ണം പറിച്ചോ നീ? നല്ല മാങ്ങയുണ്ട്. ഇതുകൊണ്ട് താഴെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഒന്നും പറയണ്ട, നീ മാങ്ങ പറിച്ചാൽ മാത്രം മതി. അവരുടെ അടുത്തല്ലല്ലോ പറയാനുള്ളൂ. ആ പറിച്ചു. എങ്ങനെയുണ്ട്? വലിയ മാങ്ങയെ കൊച്ചു മാങ്ങയെ ഇങ്ങനെ പറിക്കും നമ്മൾ. മാങ്ങ പറിച്ചിട്ട് മാങ്ങ ഇങ്ങോട്ട് മാങ്ങ നമ്മൾ എടുത്തിട്ട്, നിനക്കിതൊന്നും അറിഞ്ഞൂടാ ഇങ്ങനെ ചെയ്യുന്ന? മാങ്ങ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ നേരെ ഒരു കല്ല് നോക്കും. കല്ലില്ല എങ്കിൽ എന്ത് ചെയ്യുന്ന? കല്ലില്ലാണ്ട് ഇതിൻ്റെ ഈ മൂടിട്ട് ഉരയ്ക്കും. അപ്പോൾ നമ്മൾ കല്ലില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ? നമ്മൾ തറയിൽ ഉരയ്ക്കും. ഇവിടെ അപ്പോൾ ഇത് ഉരച്ചില്ലേ? പിടിച്ചോ? ഇനി നമ്മൾ കുപ്പിവെള്ളം എടുക്കുക. പൊട്ടി കുപ്പിവെള്ളം പിടിച്ചിട്ട് പിടിക്കുന്നില്ലേ? കഴിവിട്ട് കഴിച്ചോ? ഓക്കെ, ഇത് അടപ്പെടുത്ത് അടക്കി. നീ ഈ മാങ്ങ എന്തിനാണ് നീ ചെയ്യുന്ന പൊതുവേ? യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ്. കല്ലുപോലിരിക്കണ വേലിയിലിട്ടിട്ട് അതാണെങ്കിൽ ഇങ്ങനെ ഒരയ്ക്കും, അപ്പൊ കറ പോകും. അപ്പൊ നല്ല ഇതായി കഴിക്കാല്ലേ? എന്നിട്ട് എന്തൊക്കെ ചേർക്കും അതിനകത്ത്? അതിനകത്ത് ഉപ്പും മുളകും കൂട്ടി തിന്നും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് തിന്നും, ഒന്നല്ലെങ്കിൽ തുണിയില് കീസിലും ഇട്ടിട്ട് അടിച്ച് തിന്നും. സൂപ്പറായിരിക്കും അല്ലേ? അപ്പൊ ഹലോ കൂട്ടുകാരെ, നമ്മളാണെങ്കിൽ കൃഷി സ്ഥലം കാണാൻ പോകും. അവിടെ ഒട്ടകം, കൃഷി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണാൻ പോവുകയാണ്. മുകളിലോട്ട് പോയിക്കാണ്. അതിനകത്ത് ഈത്തപ്പഴം പിടിച്ചിരിക്കുന്നുണ്ട്. ഈത്തപ്പഴം പിടിക്കുന്നുണ്ട്. ഇതാണ് ഈത്തപ്പഴം മരം. ബഹുമാനെ, ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? നീ എവിടെ കണ്ടിട്ടുണ്ട്? ഈത്തപ്പഴം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്കൂള്, നീ സ്കൂളിൽ പോകുന്ന കണക്കുള്ള സ്കൂൾ ബസ്. അതുകൊണ്ട് ആ ഫ്രണ്ടിൽ കിടക്കുന്ന എന്തിനാണ്? സ്കൂൾ ബസ്സല്ലേ? നിങ്ങളെ സ്കൂൾ ബസ് ഇങ്ങനത്തെ അല്ലേ? സ്കൂൾ ബസ്സിന്റെ പേര് എല്ലാ ദിവസവും മാറ്റണോ? അപ്പൊ സ്കൂളിന് സ്വന്തമായിട്ട് ബസ് ഇല്ലേ? ഭീകരൻ വണ്ടിയുടെ പേരുകളാണല്ലേ? അത് സ്കൂൾ അവർ വല്ലതും പറയൂ? ആൾക്കാര് ഒന്നുമില്ല, നമുക്ക് ചുമ്മാ ഒന്ന് കയറി പോന്നാണ്. വഴക്കൊന്നും പറയൂല, നമുക്ക് കയറി പോയി നോക്കാം. വാ, എനിക്കറിയാം. ഈ ഇലയൊക്കെ നിനക്കറിയാമോ? എവിടെയെങ്കിലും പരിചയമുണ്ടോ ഈ ഇലകൾ? ഇതെന്തിനാണ് നുഹ്മാനെ? നീ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്തിനാണ് സാധനം എന്നൊക്കെ. നീ ഇങ്ങനെ യൂട്യൂബ് ഇത് പുല്ല് അതെങ്ങനെ നിനക്കറിയാം? ഷിഹാൻ നിന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞ
ഇതെന്തായിരുന്നു അറിയാമോ ഈ ഇല? ഇത് ഇവിടെ നിൽക്കുന്നത് ഇതാണ് ക്യാബേജ്. ക്യാബേജ് അറിഞ്ഞൂടെ? പച്ചയില നമ്മളിവിടെ കഴിക്കുന്ന പച്ചയില അല്ലേ? അതിവിടെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ ക്യാബേജ്. വേണ്ട, ഇതിനകത്തിന് പറിക്കാനുള്ളതൊക്കെ ഉണ്ട്. കണ്ട, മനസ്സിലായി എനിക്ക് ക്യാബേജ്. ഇതാണ് ഇവിടുത്തെ ഒരു വാഗമരം, മാവ്. ഇതാണ് ഇവരുടെ ഷെഡ്. ഈ സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടുന്ന ഷെഡാണ്. കേട്ടോ നോമാനെ? മാങ്ങ പഴുത്ത നോമാനെ, മാങ്ങ പഴുത്ത മാങ്ങയുണ്ട് നോക്കിയേ. പക്ഷേ ഇതെങ്ങനെ ഇത്രയും ചെറുതിലേ പഴുത്തത്? കുഞ്ഞിതെല്ലാം പഴുക്കുന്നല്ലേ? എന്തോ കംപ്ലൈൻ്റ് ആണപ്പോൾ. മാങ്ങ അങ്ങോട്ടൊക്കെ പോയി കാണാമോ? ഇതിനി അവര് അതേപോലെ നടാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൻ്റെ ഓണർ. അവിടെ ഇരിക്കുന്ന ആ വെള്ള ആണ് ഇതിൻ്റെ മുതലാളിയല്ല, ഇതിൻ്റെ കൃഷിയുടെ നടത്തുന്ന ആൾ. ഈ ഇട സൈഡിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായ? എന്തിനാണിത്? ഇത് തേങ്ങയടാ. ഇതാണോ തേങ്ങ? കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? നീ തേങ്ങ ഇതുവരെയും കണ്ടിട്ടില്ലേ? ഇതെന്തൊരു തേങ്ങ? ഇതാണ് ചോളം. ഓക്കെ. അവരവിടെ എന്ത് ചെയ്യുന്നതെന്നറിയോ? അവരവിടെ എന്തൊരു ചെയ്യുന്ന നോക്കിയേ. അവരവിടെ നിന്ന് പുല്ലൊക്കെ പറിച്ച് ആ വണ്ടിക്കകത്തോട്ട് കയറ്റി ഇവിടെയുള്ള കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതെന്തിനാണ്? എന്തിനാണ്? നീ നാണിക്കാൻ പറയാ. പേരറിഞ്ഞൂടെങ്കിൽ വഴുതന. വഴുതനങ്ങ അതിനകത്ത് ഉണ്ടാന്ന് നോക്കാം. അവിടെ ഇവരെ കൃഷിസ്ഥലമാണ്. അവിടെ ഒട്ടകം ഒക്കെ ഉണ്ട്. പക്ഷെ ഒട്ടകത്തിനവിടെ കാണുന്നില്ലല്ലോ മാനെ. എന്തായാലും അറിയാമോ? ഇത് വെള്ളക്കിഴങ്ങ് തോന്നുന്നു. വെള്ളക്കിഴങ്ങ്. ആ, അതിൻ്റെ ഇടയിലൊക്കെ തക്കാളി നിൽക്കുന്നുണ്ട്. തക്കാളി, പച്ചമുളക്. ഏത്? ആ പൂ ഒഴിച്ചിരിക്കുന്ന മറ്റേ ജീരകമാണെന്ന് തോന്നുന്നു. ജീരകം. മഞ്ഞപ്പൂവോ? കാണുന്നില്ല ഇവിടെ. ഈ ഒട്ടകത്തിനെയൊക്കെ മേയ്ക്കുന്ന ആൾക്കാരെ താമസിക്കുന്ന സ്ഥലമുണ്ട് കൊണ്ടത്. ആ തുണിയൊക്കെ വെച്ച് കെട്ടിയ സ്ഥലം കണ്ട? ഈ മത്സരയിലൊക്കെ ജോലി, അതായത് കൃഷി സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഇങ്ങനെ ഉള്ള കെട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. കണ്ട?
അപ്പൊ അതെന്താണ് ആ ഷെഡ് പോലെ? അതാണ് ഞാൻ പറഞ്ഞ. അതല്ല പിന്നെ ഇത്. ഈ ഷെഡ് ഈ ഷെഡ് നോക്കാം. കാക്ക കുറച്ച് മുമ്പ് എന്റെ ഫോട്ടോ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഷെഡ് കെട്ടി വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് താമസിക്കാനല്ല, ഇത് ഇതിൻ്റെ സ്പോൺസർമാരുണ്ടല്ലോ, അതായത് ഇതിൻ്റെ സ്പോൺസർ എന്നല്ല, ഇതിൻ്റെ ഈ കൃഷി സ്ഥലത്തിൻ്റെ ഉടമ വരുമ്പോൾ അവർ വന്നിരിക്കുന്ന സ്ഥലമാണ്. അടിപൊളി ആംബിയൻസ് ആണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫുള്ള് ഇങ്ങനെ നല്ല കാറ്റും നല്ല, ഇപ്പം തന്നെ നല്ല അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിലും രാത്രികളിലൊക്കെ അവരെന്ത് ചെയ്യും, ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഈ മസ്രയിലെ ഇവർക്കുള്ള ഇസ്ത്രാഹ എന്നൊക്കെ പറയും. ഇവരിവിടെ വന്ന് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ഇങ്ങനെ ചായയും കോഫിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുടിക്കും. ഈ അറബികൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഒട്ടകവും അല്ലെങ്കിൽ കൃഷിസ്ഥലമൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവർ താമസിക്കുന്ന റൂമുകളാണ് ഇവിടെ കാണുന്നത്. ഇത്രയൊക്കെയാണ് അവരുടെ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ. ഇതേപോലെ ഇത്രയൊക്കെ ആയിരിക്കും കാണുന്നത്. ഇതേപോലെ അപ്പുറത്തൊക്കെ കാണുന്നത് തുണിയെട്ടിയ ഷീറ്റും തുണിയിട്ട സ്ഥലങ്ങളൊക്കെയാണ് അവർ താമസിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ബാത്റൂമൊക്കെ അങ്ങനെ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് വെള്ളം പിടിച്ചെടുക്കുന്ന സ്ഥലം, അതായത് നേരത്തെ ഇവിടെ ഒട്ടകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വെള്ളം ഇതിനകത്താണ് ഇവർ പമ്പ് ചെയ്ത് കുഴൽക്കിണർ വഴി കൊണ്ടുവന്ന് ഇതിലാക്കുന്നത്. कितना साल हो गया इधर काम करेगा? 13? 13 വർഷമായിട്ട് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഓ മേരെ पहले मैं देखा इधर जमल है. अभी 2-3 साल पहले वो बेच दिया. वो इधर नहीं है? नहीं है. हाँ हाँ. वो नौकरी करता है ना, तो फिर अब खसारा ज़्यादा होता है. हाँ. 4000 रियाल का बंडल खरीदता था हर महीने. हाँ. साल में एक बार बच्चा देगा, वो भी रजाल देगा, वो भी खसारा हो जाएगा. पूरा का सारा फायदा नहीं है. दिन तो देगा, फिर तो थोड़ा फायदा है. हाँ. तो बेचेगा तो 4 साल 5 साल जो कमाए रखेगा. हाँ. तो फायदा है. हाँ. लेकिन रजाल में कौन फायदा है? हाँ. रजाल में वो शादी ब्याह में कटने के लिए भेज देगा 2500-3000 रियाल, हर महीने 4000 खर्चा है. हाँ 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 हाँ. वो कटने के लिए ज़्यादा पैसा है. खर्चा ज़्यादा है ना, नहीं तो 10 ऊँट था उसके लिए. कितना आदमी इधर काम करे? 2 आदमी हैं. एक नया आया है. हाँ हाँ हाँ. और पिछले बार मैं छुट्टी गया था तो आया था. हाँ 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 हाँ. उसको 2 साल, इस बकरीद आएगा 2 साल पूरा हो जाएगा. हाँ हाँ हाँ. मेरे को यहाँ ये दूसरा है ये मछली है, ये इजहार के लिए मेरे कपिल का है. ओ इजहार देगा. इजहार देता है. और कितना देता है नहीं मालूम है, लेकिन इजहार तो दिया. सब मेरे रोड से लेके उधर रोड तक, इधर रोड तक ये जो खेत जोता गया है ना, वो आगे वाला नखल है ना, ये पूरा मछली इजहार है बोले ये बस ये नहीं है मछली का? नहीं ये दिया है बस. ये सब हमारे कपिल का टमाटर होता रहता है. हाँ 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 हाँ. ये पानी क्या करेगा? ये पानी उसमें ये बस जैसे क्लीन से नारी में जाता है ना, जम जाता है, फिर पानी बंद हो जाता है. इसको निकाल देता हूँ पानी मेरे कपड़े पर धोने के लिए. हाँ हाँ हाँ. पानी चालू कर देता हूँ, कपड़े में सटेगा नहीं. हाँ ओके ओके. वो यूपी से किधर है? यूपी गोरखपुर देवरिया. गोरखपुर. देवरिया. वो आज इलेक्शन है इधर से. कौन कितना दिन बाकी है इलेक्शन का? इलेक्शन हो रहा है. हो गया? अलग अलग नहीं, अभी हुआ. थोड़ा 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 हो रहा है. अभी IPL मैच चल रहा है ना. हाँ 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 हाँ. इस वजह से अब कई चरण में चुनाव हो रहा है. हाँ 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 हाँ. चुनाव हो रहा है, देखो क्या हो रहा है. हाँ. मोदी- कौन आएगा? मोदी. अब जो नियम सही है तो मोदी नहीं आता, ठीक है ना. लेकिन कमीनापन है उसके पार्टी में. वो चोरी से वो जो ATM मशीन है ना, हाँ. वो अपना खुद रखा हुआ है. अरे 20 लाख 25 लाख अपना रखा हुआ है. हाँ. जिसमें जनता वो डालती है, वो तो गिनती में जाता नहीं है. जो उसके शोरूम में रखा रहता है, हाँ. उसमें अपना वोट डाल के वही ले जाके गिनवा देता है. हाँ हाँ हाँ. तभी वो जीता है. तो वो जीतता ही नहीं. क्या है, पढ़ा लिखा है नहीं, बोलने का तमीज है नहीं, इंग्लिश जानता ही नहीं. हाँ. क्या है, अभी राहुल गांधी सही है, राहुल गांधी पढ़ा सही. लिखा है, वो उसको वो मालूम है. वो EVM के वो
चोरी करता है? हाँ, ईवीएम का चोरी से ही। बताओ कोई काम करेगा नहीं, हिंदू मुस्लिम क्या है हिंदू मुस्लिम? हिंदू मुस्लिम से घर का खर्चा चलेगा, और जो अच्छा रोजगार देता कंपनी खोलता तो हम लोग यहाँ पे क्यों आते? वो 10 साल वो कर दिया, 10 साल वो इंडिया वो पूरा खराब कर दिया, बाद में दूसरा बोलेगा हिंदू मुस्लिम पूरा वो कांग्रेस दिएगा मुस्लिम का। बीजेपी वाले क्या कर रहे हैं? मोदी का विदेशों में डंका बजाए, कहाँ डंका बजाए विदेशों में, कहाँ बज रहा है? सबको गाली दे रहे हैं, पूरा गाली है, गैस गाली है, पेट्रोल गाली है, सब अरे खाने पीने का चावल आटा गेहूँ चावल सब पर GST लगा दिया है। GST है पूरा है। वो पहले बोल दिया वो गैस का वो सब्सिडी दिएगा। कुछ नहीं मिला, यूपी से मिला नहीं, कुछ नहीं मिलता है। वो कांग्रेस के सरकार में GST सब्सिडी मिलता था, हाँ भरो 200-250 मिलता था, हाँ। उसके बाद 450 का गैस होता था। ये 10 साल में 1100-1200 कर दिया। അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഇന്ത്യയിൽ നമ്മുടെ ഇവർ മോദിജി പറയുന്നത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, എല്ലാം ഫുള്ള് കള്ളത്തരമാണ്. പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു നിയമം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ വരുമായിരുന്നു. പക്ഷേ പൂർണ്ണ മേ കേരള സെ वो सुबह इधर ठंडा है, सुबह बारिश ज़्यादा है मतलब थोड़ा है? अलहन थोड़ा है, बर्द कहाँ है? बर्द नहीं है, बारिश नहीं है, अभी ठंडी नहीं आएगा, गर्मी में आएगा। वो केरला से बहुत गर्म है, केरला से यूपी से गर्म ज़्यादा है मतलब थोड़ा है? यूपी से गर्म है इस समय। यूपी में बहुत हाल, अभी तो यहाँ सही है। हाँ यूपी में बहुत बुरा हाल, यूपी में बहुत बुरा हाल, बहुत गर्मी चल रही है। എങ്ങനെയുണ്ട് കൃഷിസ്ഥലമൊക്കെ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇവിടെ നേരത്തെ ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടകം ഇപ്പോൾ അവർ എല്ലാം കറി വെച്ച് കഴിച്ചവർ. നിനക്ക് എന്തെങ്കിലും വേണോ കറി? ഒട്ടക കറിയാണോ വേണോ നിനക്ക്? നിനക്ക് എന്തിനാണ് നീ ഇപ്പോൾ ഈ തണുപ്പ് സമയത്ത് നിനക്ക് തിന്നാൻ നീ ആഗ്രഹിക്കുന്നത്? എന്തിന്? ബാ ആട് കഴിക്കുന്നത് കാണണോ? ഇവിടുത്തെ സൗദിയിലെ ആട്ടിനെ നീ കണ്ടിട്ടുണ്ടോ? ഇവരെ കച്ചനാണ്, ഇതുവരെ കുളി ബാത്റൂം തുണി കഴുകുന്നതൊക്കെ ഞാനിവരെ ആട് നല്ല സത്യം പറഞ്ഞ് മഴയൊക്കെ പെയ്ത് നല്ല ഇതായിട്ടിരിക്കുന്ന കേട്ടാ. എവിടെ ആട്ടിനെ നീ ഞാൻ കണ്ടില്ലല്ലേ? ആ അതിനകത്ത് ആടുണ്ട് കേട്ടോ. ഉമ്മാനെ കാണാൻ പറ്റുമോ? ഇതിലെ കൂടെ കാണുന്ന നുമാന നിന്നെ വിളിക്കുന്നടാ. ഇത് നുമാനെ നമ്മളെ നാട്ടില് എന്തിനാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് നുമാൻ. ഇതാ നിന്നെ തിരക്കി വരുന്ന അടിപൊളി ക്ലൈമറ്റ് കേട്ടാ, സൂപ്പർ രസം. എങ്ങനെയുണ്ട് നുമാനെ? അടിപൊളി, നല്ല മഴയും അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാ. മഴ പെയ്ത് നിനക്ക് പനി പിടിക്കുമോ? നിനക്ക് മഴയാണെങ്കിൽ പോവാം നമുക്ക്. അതെന്ത്? അപ്പോൾ ഇതാണ് ഇത് ഇവരെ ആടിനെ നോക്കുന്ന സ്ഥലം. ഇതാണ് ആടുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആടുകൾ മുഴുവൻ നനയും. കുറച്ച് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം തുണി അതൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടിരിക്കുന്നത്. ഇവർ താമസിക്കുന്ന റൂം സൂപ്പർ തന്നെ കേട്ടോ, നല്ല താമസിക്കാൻ അടിപൊളിയായിരിക്കും. ഇവിടെ നല്ലൊരു ചെറിയ ഇപ്പം നല്ല സൂപ്പർ. എങ്ങനെയുണ്ട് നുഹ്മാൻ? നല്ല കാറ്റും. ഇവർ രണ്ടുപേരാണ്. ഒരാൾ നേരത്തെ നമ്മൾ കണ്ട ആൾ, അദ്ദേഹം ഇത് അലഹബാദിലുള്ളൊരു സുഹൃത്താണ്. പിന്നെ ഇതാണ് മസ്ര. അപ്പോൾ ഇതൊക്കെയാണ് നല്ല സത്യം പറയാം. ഈ ഒരു ക്ലൈമറ്റ് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ്. ഇത് ഇവരെ ഇസ്തിറാഹ, അതായത് സൗദികളൊക്കെ വന്ന് അതായത് ഇതിൻ്റെ ഒറിജിനൽ ഓർഡറൊക്കെ വന്നിരിക്കും ഈ ചൂട് സമയത്തായാലും ഒക്കെ വന്ന് ഇവിടെ ഇരിക്കാനും കോഫി കുടിക്കാനൊക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ AC ഒക്കെ ഉണ്ട്. തണുപ്പ് സമയത്തും അവർ ചൂട് സമയത്ത് വരുമ്പോഴത്തേക്ക് AC കൂളറൊക്കെ ഇട്ടായിരിക്കും അവരിയ്ക്കുന്നത്. ഇത് ഇവർ അത് കാണുന്നത് വെള്ളം എടുക്കുന്ന സ്ഥലം. പിന്നെ
ഇപ്പോഴീ മഴയും വെയിലൊന്നും ഇല്ല. ഇവിടെ ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മഴയായാലും വെയിലായാലും അവർ ഓർഡറുകൾ ഇപ്പം തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ റെഡിയാക്കി കൊടുക്കണം. അതാണ് അവരൊരു ജോലി. നമ്മളിനി ഇങ്ങനെ പോകുന്നത്. മാങ്ങ പോട്ട്, മാങ്ങ വേണ്ട നമുക്ക്. മാങ്ങ നിനക്ക് വേണോ? എങ്കിൽ ഓടിപ്പോയിട്ടോ ഇതിലേക്ക്. ഇതിലേതാണ്ട് ഈ വഴിയെ ഓടിപ്പോയിട്ട് വന്നാൽ. നുഹ്മാൻ ഒരു മാങ്ങ അവിടെ മറന്നു വെച്ചു. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫോണിൽ വീഡിയോ എടുക്കാൻ നുഹ്മാൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ നുഹ്മാൻ അവിടെ ഒരു മാങ്ങ മറന്നു വെച്ച് ആ മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോവുകയാണ്. അവിടെ ആൾക്കാർ നിന്ന് ഈ പുല്ലരിയുന്നത് കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. സംഭവം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കുറേ ഇല വർഗ്ഗങ്ങളുണ്ട്. ബഗ്ദൂനിസ്, കുസ്ബറ, അതേപോലെ പാലക്ക്, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇവരെന്ത് ചെയ്യും ഇപ്പോൾ ഈ സമയത്തിരുന്ന് ഇതെല്ലാം ഇവർ രാവിലെ അരിയും. ഇതിപ്പോൾ നാളെ രാവിലെ കൊടുക്കാൻ വേണ്ടി കടകളിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ രാത്രി അവർ അരിഞ്ഞ് വെക്കുന്നത്. ഇതരിഞ്ഞ് രാവിലെ ഷോപ്പിൽ എത്തിച്ചു കൊടുക്കണം. അവരിപ്പോൾ രാത്രി ഇനിയിപ്പോൾ ഈ വെട്ടമൊക്കെ തീരുന്നവരെയൊക്കെ അവരിരുന്ന് അരിഞ്ഞ് എല്ലാം കൂട്ടിയൊരു ആക്കി വയ്ക്കും. ഓരോ സൈഡ് അരിഞ്ഞ് തീരുമ്പോഴത്തേക്കും അടുത്തടുത്ത ഇലകൾ ഇങ്ങനെ റെഡിയായി വരും. അപ്പോൾ ഇതാണ് കൃഷിസ്ഥലം, ആടുജീവിതം. പക്ഷേ മരുഭൂമിയിലെ ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചപ്പും അതുപോലെ തന്നെ സിറ്റിയോട് അടുത്ത്. നെജ്റാൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇങ്ങനത്തെ ഒരു പ്രദേശമാണ്. എല്ലാ റോഡിൻ്റെയും മറുവശങ്ങളിലൊക്കെ ഇതേപോലുള്ള കൃഷിസ്ഥലങ്ങൾ കാണാം. മാങ്ങ കിട്ടിയാ ഒരു കടി അടിച്ചോ മാങ്ങ ഇപ്പം തന്നെ? എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കിയാണ്. നെജ്റാനിലെ മാങ്ങ എങ്ങനെ നോക്ക്, നീ കടിച്ചു നോക്ക്. നമ്മൾ കഴുകിയതാ നേരത്തെ. ഇത് അവിടെ വെള്ളമുണ്ടല്ലോ, അത് അഴുക്കുള്ളൂ. അതാണ് ഇവരിവിടെ കുളിക്കുന്നത്, ഇതാക്കുന്നതൊക്കെ അവരിതിലാണ്. ആ തുണിയെ കഴുകുന്നത് എല്ലാം വെള്ളമാണ്. ആ വെള്ളം അവർ അടിച്ചിട്ട് പുതിയ വെള്ളമാണ്, ഫ്രഷ് വെള്ളമാണ്. വേണ്ടെങ്കിൽ വേണ്ട. വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്താണ്. കഴിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ഉപ്പുമുളകിലിടും കുടിക്കാൻ, ഒന്നല്ലെങ്കിൽ ഉപ്പുമുളകും തേച്ച് കഴിക്കും. കൊതിയാവുന്നില്ല നിനക്കിപ്പോ? നാക്കിൽ കൂടെ വെള്ളം ഊരുന്ന? ഓക്കെ, വാ നമുക്കിനി പോയി.